കഥയെ ആരംഭിക്കുന്നത് തന്നെ ഒരു ഫ്യൂണറൽ ചടങ്ങിൽ നിന്നുമാണ്. ഫിലിപ്പ് എന്ന് പറഞ്ഞ വ്യക്തിക്കടുത്തെത്തി ഒരുപാട് ആളുകൾ അനുശോചനങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. കഥ അവിടെ നിന്നും ഒരു കൊല്ലത്തിനപ്പുറത്തേക്ക് പോകുന്നു. ഒരു മാർക്കറ്റാണ് കാണുന്നത്. അവിടെ ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുന്നു. അയാൾ വളരെ വിദഗ്ധമായി ഉണ്ടാക്കിയെടുത്ത ഒരു ടീ പോട്ട് വിൽക്കാനുള്ള ശ്രമത്തിലാണ്. സംഭവം എന്തെന്നാൽ ആ ടീ പോട്ടിൽ നിന്ന് ഒഴിക്കുമ്പോൾ അത് രണ്ടായി വീഴും. 2 ഗ്ലാസുകളിൽ ഒരേ സമയം നിറയ്ക്കാം. അയാൾ അങ്ങനെ ഡെമോ ഒക്കെ കാട്ടി ആളുകളുടെ താല്പര്യമൊക്കെ ജനിപ്പിച്ച് ആൾക്കാരിൽ നിന്ന് ഓർഡർ എടുക്കാൻ വരെ ആരംഭിച്ചു. അപ്പോഴായിരുന്നു കഷണ്ടിയൊക്കെയുള്ള ഒരു വ്യക്തി അങ്ങോട്ടേക്ക് കടന്നു വന്നത്. അയാൾ ആ ടീ പോട്ടൊക്കെ പരിശോധിച്ച ശേഷം പറഞ്ഞു, ഈ ടീ പോട്ട് മുഴുവൻ ഞാൻ അങ്ങ് മേടിച്ചോളാം. വലിയ താല്പര്യത്തിൽ അയാളും ആ വ്യക്തിയോട് ഇടപഴകി. പിന്നാലെ അയാൾ തന്റെ കാർഡ് പുറത്തെടുത്തു. അയാൾ ഒരു FBI ഏജന്റ് ആയിരുന്നു. തന്റെ കൂടെയുള്ള വ്യക്തികളോട് ആ വസ്തുക്കൾ മുഴുവൻ കണ്ടുകെട്ടാൻ അയാൾ ഉത്തരവിടുകയാണ്. എന്തായാലും ആ ഷോപ്പ് കീപ്പറുടെ സാധനങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു. അയാൾ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് അന്ന് കുറച്ചു കഴിഞ്ഞ് മടങ്ങി ചെല്ലുകയാണ്. അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോൾ ഹാർമോണി എന്ന് പേരുള്ള ഒരു സ്ത്രീ കുറച്ചധികം ഭാരമുള്ള വസ്തു നീക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ ഹാർമോണിയെ സഹായിക്കാൻ വേണ്ടി നിന്നു. അപ്പോഴായിരുന്നു അല്പം വലിപ്പമുള്ള കരുത്തനായ ഒരു മനുഷ്യൻ കടന്നു വന്നത്. അയാളെ കണ്ടതും ഷോപ്പ് കീപ്പർ ഒന്ന് പരുങ്ങുന്നുണ്ട്. അയാളുടെ പേര് സാമി എന്നായിരുന്നു. സംഭവം എന്തെന്നാൽ സാമി കുറേയധികം കടം വാങ്ങിയിട്ടുണ്ട്. വന്ന ആ വ്യക്തിയാകട്ടെ ഒരു കടപ്പിരിവുകാരനുമാണ്. വന്ന വ്യക്തി സാമിയോട് ചോദിച്ചു, നോനോയെ നിനക്ക് പരിചയമുണ്ടോ? നോനോയെ പരിചയമുണ്ട്, പക്ഷെ എവിടെയാണെന്നറിയില്ല. സാമി അല്പം പരിഭ്രമത്തോടെ പറഞ്ഞു. അവൻ എനിക്ക് 600 യൂറോ തിരികെ തരാനുണ്ട് എന്നായിരുന്നു അയാൾ പറഞ്ഞത്. നോനോക്ക് നിങ്ങളല്ലാതെ ആരെങ്കിലും കടം കൊടുക്കുമോ? അവനൊന്നും ഒരു പൈസ പോലും കടം കൊടുത്തു പോവരുത് എന്ന മട്ടിൽ അയാൾ മറുപടി പറഞ്ഞു. നോനോയ്ക്ക് പണം തിരിച്ചടയ്ക്കാൻ ഒരാഴ്ച സമയമുണ്ട്, ഇല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നത് അയാളായിരിക്കും എന്ന് പറഞ്ഞ് ആ വ്യക്തി അവിടെ നിന്ന് പോയി. സാമിയാകട്ടെ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തി. കുറച്ചു കഴിഞ്ഞതും അയാളുടെ ഭാര്യയും വന്നു. ഭാര്യ അയാളോട് സംസാരിച്ചു. നിങ്ങളിന്ന് ടീ പോട്ട് വല്ലതും വിറ്റോ എന്ന് ഭാര്യ അയാളോട് തിരക്കി. അയാളുള്ള കാര്യം പറഞ്ഞു. തെരുവ് കച്ചവടം ചെയ്തതിന് തന്റെ വസ്തുക്കൾ മുഴുവൻ ഒരു പോലീസുകാരൻ വന്ന് കണ്ടുകെട്ടിയെന്ന്. നിങ്ങൾ എന്നിട്ട് എന്തെങ്കിലും ചെയ്തോ എന്നായിരുന്നു ഭാര്യ തിരക്കിയത്. ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നയാൾ പറഞ്ഞപ്പോ ഭാര്യ അയാളോട് ദേഷ്യപ്പെടാൻ ആരംഭിച്ചു. ലിത്വേനിയയിൽ ഒരു ഫാക്ടറി ജോലിയുണ്ടെന്നും അങ്ങോട്ടേക്ക് പോയാലോ എന്ന മട്ടിൽ അയാൾ തിരക്കി. പക്ഷേ നമുക്കിപ്പോ അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്ന സമയമല്ല എന്ന് ഭാര്യ പറയുകയാണ്. അപ്പോഴാണ് വ്യക്തമാകുന്നത് സാമിയുടെ ഭാര്യ 8 മാസം ഗർഭിണിയായിരുന്നു. തന്റെ മടിയനായ പേടിത്തൊണ്ടനായ ഭർത്താവിനെ കൊണ്ട് എല്ലാ തരത്തിലും അവർ മടുത്തിരുന്നു. മര്യാദക്ക് അയാൾ ജോലിക്ക് പോലും പോവില്ല. അവളുടെ സാലറി മാത്രം വെച്ച് ഇങ്ങനെ ബില്ലുകളൊക്കെ അടച്ച് മുമ്പോട്ട് പോകാൻ പറ്റില്ലെന്നും നിങ്ങൾ ബില്ലൊളിപ്പിക്കുന്നത് ഞാൻ കണ്ടെത്തിയെന്നുമുള്ള കാര്യങ്ങളടക്കം അവൾ ദേഷ്യത്തിൽ പറയുകയാണ്. ഇനിയെങ്കിലും യാഥാർത്ഥ്യത്തിലേക്ക് വരാനും സ്ഥിരതയുള്ളൊരു ജോലി കണ്ടെത്താനും നിങ്ങളുടെ അച്ഛനാവാൻ പോവുകയാണ് എന്ന മട്ടിലുമൊക്കെ അവളൊന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞു. കഥ അവിടെ നിന്നും കഥാരംഭത്തിൽ പരിചയപ്പെട്ട ഫിലിപ്പ് എന്ന വ്യക്തിയിലേക്ക് തിരിയുന്നു. ഫിലിപ്പ് ഏറെ സമ്പന്നനായ വ്യക്തിയാണ്. ഫിലിപ്പിന് ഒരു മകനുമുണ്ട്. അവന്റെ ബർത്ത്ഡേ വരാൻ പോവുകയായിരുന്നു. ഫിലിപ്പ് അവനോട് നിനക്കെന്താ ഗിഫ്റ്റ് വേണ്ടതെന്ന് ചോദിച്ചു. തനിക്കൊന്നും വേണ്ടെന്നായിരുന്നു കുട്ടിയായ മകൻ പറഞ്ഞത്. വളരെയധികം വിലപിടിച്ച ഗിഫ്റ്റുകൾ ഫിലിപ്പ് എണ്ണി പറഞ്ഞെങ്കിലും അവനതിൽ വലിയ താല്പര്യമൊന്നും തോന്നിയിരുന്നില്ല. തനിക്കൊന്നും വേണ്ടെന്നവൻ തീർത്തു പറഞ്ഞു. ഇതേസമയം മറുവശത്ത് സാമിക്ക് ഒരു ജോലി കിട്ടിയിരുന്നു. ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ടുള്ള ജോലി. അവിടെ ജോലി ചെയ്യുമ്പോഴോ കോമാളിയെപ്പോലായിരുന്നു അവൻ പെരുമാറിയിരുന്നത്. ഇപ്പോഴും ഓരോ അബദ്ധങ്ങളിൽ ചെന്ന് വീഴും. ഷോപ്പിംഗ് മാളിലെ സെക്യൂരിറ്റിയായി അവൻ തന്റെ ജോലി തുടരുന്നതിനിടയിലാണ് അങ്ങോട്ടേക്ക് ആ പയ്യൻ കടന്നു വരുന്നത്. ഫിലിപ്പിന്റെ മകൻ അലക്സാണ്ടർ എന്നായിരുന്നു അവന്റെ പേര്. ആ മാളിൽ നിന്നും ഇഷ്ടമുള്ള ഗിഫ്റ്റ് വാങ്ങാൻ അലക്സാണ്ടറിന് അവകാശമുണ്ടായിരുന്നു. അലക്സാണ്ടറിന്റെ ബോഡി ഗാർഡ്സും സേവകരുമൊക്കെ അലക്സാണ്ടറിന്റെ ചുറ്റിലുമുണ്ട്. ആ മാളോണറായ ആൻഡ്രേ എന്ന വ്യക്തിയും അലക്സാണ്ടറിന്റെ കൂട്ടത്തിലൊന്നുണ്ടായിരുന്നു. അലക്സാണ്ടറിനോട് എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ അയാൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അലക്സാണ്ടർ മുമ്പോട്ട് പോകുമ്പോഴാണ് പെട്ടെന്നൊരു കാഴ്ച കണ്ടു നിന്നത്. അവിടെ ഒരു സ്പൈഡർമാന്റെയും സൂപ്പർമാന്റെയും സ്റ്റാച്ചു ഉണ്ടായിരുന്നു. ആ സ്റ്റാച്ചുവിന്റെ ഇടയിൽ കിടന്ന് സാമി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. സെക്യൂരിറ്റി ഗാർഡായ സാമി ജോലി നോക്കുന്നതിന് പകരം ഉറങ്ങുന്നത് ഒരു കൗതുക കാഴ്ച തന്നെയായിരുന്നു. ഒച്ചയുണ്ടാക്കിയതും സാമി ഞെട്ടിയെഴുന്നേറ്റു. അത്രയും നേരം താൻ എഴുന്നേറ്റിരിക്കുകയായിരുന്നു എന്ന മട്ടിൽ അവനോരൊന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. ആ പ്രവൃത്തികളൊക്കെയാകട്ടെ ഒരു ജോക്കറിന്റെ പ്രവൃത്തികൾ പോലെ തമാശ ഉണർത്തുന്നതായി മാറി. ഈ കാഴ്ചകളൊക്കെ കണ്ട് മാളിന്റെ ഡയറക്ടറും ഞെട്ടിയിരുന്നു. അലക്സാണ്ടർ ആണെങ്കിൽ ഇതൊക്കെ കണ്ട് വളരെയധികം കൗതുകത്തിലായി. തനിക്ക് തന്റെ പുതിയ ടോയായി ഗിഫ്റ്റായി സാമിയെ മതിയെന്ന് വിരൽ ചൂണ്ടി അലക്സാണ്ടർ പറയുകയാണ്. ഡയറക്ടർ ആൻഡ്രേ പറഞ്ഞു, അതൊരു മനുഷ്യനാണ്, അയാൾ അങ്ങനെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളതൊന്നുമല്ല. പക്ഷേ തനിക്ക് അത് മാത്രം മതി ഗിഫ്റ്റ് എന്നായിരുന്നു അലക്സാണ്ടറിന്റെ നിലപാട്. തന്റെ ആഗ്രഹം നിറവേറ്റി തന്നില്ലെങ്കിൽ തന്റെ അച്ഛൻ ഒരുപാട് നിരാശനാകും എന്ന മട്ടിൽ അലക്സാണ്ടർ പറഞ്ഞതും ആൻഡ്രേ കുറച്ച് പരിഭ്രമത്തിലായി. ഒന്നുകൊണ്ടും ഫിലിപ്പിനെ വിരോധത്തിലാക്കാൻ ആൻഡ്രേക്ക് പറ്റില്ലായിരുന്നു. താൻ സാമിയോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ആൻഡ്രേ മുമ്പോട്ടേക്ക് ചെന്നു. ആൻഡ്രേ സാമിയോട് സംസാരിക്കുകയായിരുന്നു. സാമിക്കൊപ്പം അവന്റെ വീട്ടിലേക്ക് പോവാമെന്ന് ആൻഡ്രേ
സമ്മതിച്ചു. 1000 യൂറോ അതിനു പകരമായി ആൻഡ്രേ സാമിക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ അലക്സാണ്ടറിന്റെ അടുത്തെത്തിയതും അവൻ പറഞ്ഞു, സാമി ഇങ്ങനൊന്നുമല്ല ഗിഫ്റ്റായി വരേണ്ടത്, ഒരു ബോക്സിൽ പാക്ക് ചെയ്തു വേണം അവനെ വീട്ടിലെത്തിക്കാൻ. അവൻ എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. സാമി പിന്നാലെ ആൻഡ്രയോട് സംസാരിച്ചു. അതിനൊന്നും തനിക്ക് പറ്റില്ല, അങ്ങനെ ബോക്സിലാക്കി കൊണ്ടുപോകേണ്ട ഒരു വ്യക്തിയൊന്നുമല്ല താൻ, നിനക്കതിന് എന്തു വേണമെന്ന് പറ എന്നായി ആൻഡ്രയുടെ മറുചോദ്യം. സാമി ഒന്ന് ആലോചിച്ചു. ഭാര്യയോട് കലഹിച്ചിട്ടാണ് പോകുന്നത്. ഏതാണ്ട് 3208 യൂറോസിന്റെ കടമുണ്ട്. അത്രയും പണം തന്നാൽ താൻ പോകാമെന്ന് അവൻ പറയുകയാണ്. ആൻഡ്രേ അതിന് സമ്മതിച്ചു. അങ്ങനെ ബോക്സിലാക്കി ഗിഫ്റ്റ് പോലെ അലക്സാണ്ടറിന്റെ വീട്ടിലേക്ക് സാമി എത്തിക്കപ്പെടുകയാണ്. മുറിയിലെത്തിച്ചതും അലക്സാണ്ടർ ഗിഫ്റ്റ് ബോക്സ് തുറന്നു. ആ ബോക്സിനകത്ത് സാമിയെ കണ്ട് അവിടുത്തെ ജീവനക്കാരടക്കം ഞെട്ടുന്നുണ്ട്. അലക്സാണ്ടർ സാമിയെ ബോക്സിൽ നിന്ന് പുറത്തെത്തിച്ചു. താനവനെ ഗൂന്തർ എന്ന പേരിട്ട് വിളിക്കാൻ പോകുന്നു എന്ന മട്ടിൽ സാമി പറഞ്ഞു. പക്ഷെ അങ്ങനെ തനിക്ക് മറ്റു പേരിടാനൊന്നും പറ്റില്ലെന്നും തന്നെ സാമി എന്നേ വിളിക്കാവുള്ളൂ എന്നും സാമി മറുപടി പറയുകയാണ്. ഞാൻ വാങ്ങിച്ച ടോയ്ക്ക് എനിക്കിഷ്ടമുള്ള പേരിടാം, നിങ്ങളിപ്പോൾ എന്റേതാണ് എന്ന മട്ടിൽ അലക്സാണ്ടർ പറഞ്ഞതും, നീ എന്നെ കുറച്ചു മണിക്കൂറത്തേക്ക് റെന്റിനെടുത്തത് മാത്രമാണ്, അങ്ങനെ നിനക്കിഷ്ടമുള്ള പോലെ എന്തും ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു സാമിയുടെ മറുപടി. വൈകാതെ അലക്സാണ്ടർ സാമിയെയും കൂട്ടി ഗെയിം കളിക്കുവാൻ പോയി. ഓരോ തവണയും അലക്സാണ്ടർ ഓരോന്ന് സാമിക്കടുത്ത് ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു. കളിയിലൊക്കെ സാമി അലക്സാണ്ടറിനെ പരാജയപ്പെടുത്തി. പിന്നീട് സാമി തന്റെ ചെറിയ കാർ എടുത്ത് അതിൽ അലക്സാണ്ടറിനെ ഇരുത്തി ആ കൊട്ടാരം മുഴുവൻ ഓടിക്കാൻ ആരംഭിച്ചു. ഈ സമയമാണ് അങ്ങോട്ടേക്ക് അലക്സാണ്ടറിന്റെ അച്ഛൻ ഫിലിപ്പ് വന്നെത്തുന്നത്. ഫിലിപ്പിനടുക്കൽ അലക്സാണ്ടർ വാങ്ങിയ ഗിഫ്റ്റിനെ പറ്റി ഫിലിപ്പിന്റെ സ്റ്റാഫുകൾ വ്യക്തമാക്കി. ഇതേ സമയം കാർ ഓടിക്കുകയായിരുന്ന അലക്സാണ്ടർ ജോലി ചെയ്യുകയായിരുന്ന ഒരു ജീവനക്കാരിയെ ഇടിച്ചു. സാമി ഉടനടി അവരെ സഹായിക്കാൻ ആരംഭിച്ചു. അലക്സാണ്ടറിന് അത് ഇഷ്ടപ്പെട്ടില്ല. അത് തടഞ്ഞ അലക്സാണ്ടർ ദേഷ്യപ്പെടുകയും ഒരു പോലീസുകാരനെ പോലെ ആ സ്ത്രീക്ക് പെറ്റിയടിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. സാമിക്ക് അത് ഇഷ്ടമായില്ല. സാമി ബലമായി അലക്സാണ്ടറിനെ പിടിച്ച് ശിക്ഷയെന്ന മട്ടിൽ ഒരു ക്യാബിനിൽ അടയ്ക്കാൻ നോക്കി. ഈ സമയമായിരുന്നു ഫിലിപ്പ് അകത്തേക്ക് വന്നത്. എന്താ ഇവിടെ നടക്കുന്നത് എന്നത് കണ്ട് ഫിലിപ്പ് ചോദിച്ചു. പിന്നാലെ ഫിലിപ്പ് തന്റെ മകനെ വിളിച്ച്, ഒരു മനുഷ്യനെ അങ്ങനെ ടോയായി വെക്കാനൊന്നും നിനക്ക് പറ്റില്ല എന്ന മട്ടിൽ അവനോട് പറഞ്ഞു. അന്ന് ഡിന്നർ കഴിഞ്ഞ് പണം കൊടുത്ത അയാളെ പറഞ്ഞയക്കുമെന്നും ഫിലിപ്പ് വ്യക്തമാക്കി. സാമിയോടും അക്കാര്യം എടുത്തു പറഞ്ഞു. അന്ന് രാത്രിയോടെ സാമിക്ക് ഭക്ഷണം ലഭിച്ചു. പക്ഷേ അത്ര നല്ല ഭക്ഷണമൊന്നുമായിരുന്നില്ല. പിന്നാലെ പേച്ചക്കും കിട്ടി. പേച്ചക്ക് ഒപ്പിടുമ്പോ ഒരു നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റും അവനിൽ നിന്ന് അവർ എഴുതി വാങ്ങിച്ചു. അവിടെ നടന്ന വിവരങ്ങൾ പുറത്തു പറയരുത് എന്നായിരുന്നു ആ എഗ്രിമെന്റിൽ ഉണ്ടായിരുന്നത്. സാമി പോവാൻ തുടങ്ങിയപ്പോ ഫിലിപ്പ് വന്നു. തന്റെ മകൻ അമ്മയുടെ മരണശേഷം ഇങ്ങനെയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ആദ്യമായിട്ടാണ് അവൻ ഇപ്പോൾ ഇങ്ങനെ ആവശ്യപ്പെടുന്നതെന്നും അതിനെ കൂടെ നിന്ന് സഹായിക്കാൻ താങ്കൾക്ക് പറ്റുമോ എന്ന് ഫിലിപ്പ് ചോദിച്ചു. ആദ്യം സാമി അതിന് വിസമ്മതിച്ചു. പക്ഷെ ഒരു ദിവസം 2000 യൂറോസ് തരാം എന്ന മട്ടിലൊരു ഓഫർ ഫിലിപ്പ് മുമ്പിലേക്ക് വെച്ചു. അതോടെ സാമിയുടെ മനസ്സ് മാറി. 2000 യൂറോ ഒരു ദിവസത്തേക്കെന്നൊക്കെ പറഞ്ഞാൽ വലിയ തുക തന്നെയാണ്. എന്തായാലും ജോലി ഏറ്റെടുത്തതോടെ സാമി അങ്ങനെ അലക്സാണ്ടറിന്റെ മുറിയിലേക്ക് എത്തിക്കപ്പെട്ടു. ആ മുറിയിലേക്ക് കടന്നതും സാമി അതിശയിച്ചു പോയിരുന്നു. സ്പേസിന്റെ ഒരു റീക്രിയേഷൻ പോലായിരുന്നു ആ മുറി ചിട്ടപ്പെടുത്തിയിരുന്നത്. പോരാത്തതിന് അലക്സാണ്ടറിന് സ്പേസിനെ പറ്റി വിശദീകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലുമുണ്ട്. അന്നും അവൻ അതിൽ ലൈവായി എന്തൊക്കെയോ വീഡിയോ ചെയ്തു. ഭാവിയിൽ തനിക്ക് സ്പേസിലേക്ക് മൂവ് ചെയ്യണമെന്നും അതാണ് ആഗ്രഹം എന്നൊക്കെ അലക്സാണ്ടർ സാമിയോട് പറയുന്നുമുണ്ട്. പിന്നീട് അലക്സാണ്ടർ ഉറങ്ങുവാൻ വേണ്ടി പോയി. അലക്സാണ്ടർ ഉറങ്ങിക്കഴിഞ്ഞപ്പോ സാമി അവിടെ നിന്ന് പുറത്തിറങ്ങി. അവിടെയൊക്കെ സ്ഥാപിച്ചിട്ടുള്ള മില്യൺ കണക്കിന് വില വരുന്ന പെയിന്റിങ്ങുകളും മറ്റും സാമി നോക്കിക്കണ്ടു. അടുത്ത ദിവസം സാമി തന്റെ വീട്ടിലേക്ക് പോയത് അലക്സാണ്ടർ പ്രൊവൈഡ് ചെയ്ത ലക്ഷറി കാറിലായിരുന്നു. അവിടെ ചെന്ന് ആവശ്യത്തിന് വസ്ത്രങ്ങളെടുത്ത് വരണമല്ലോ, അതിനുവേണ്ടിയായിരുന്നു ആ പോക്ക്. ആ തെരുവിലേക്ക് സാമി അങ്ങനെ ഒരു ലക്ഷറി കാറിൽ വന്നിറങ്ങിയപ്പോ അത് കണ്ട് അവിടുത്തെ നാട്ടുകാരൊക്കെ ഒന്ന് ഞെട്ടുന്നുണ്ട്. വീട്ടിലെത്തി സാമി വസ്ത്രങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി. ഭാര്യ അത് കണ്ട് ഞെട്ടിപ്പോയിരുന്നു. സാമി തന്നെ ചതിച്ച് ഇട്ടേച്ചു പോകാൻ പോകുവാണോ എന്ന മട്ടിലൊക്കെ ഭാര്യ ചോദിച്ചു. അങ്ങനൊന്നുമല്ലെന്നും തനിക്കൊരു അടിപൊളി ജോലി കിട്ടിയിട്ടുണ്ടെന്നും ദാ എന്റെ ആദ്യത്തെ പേജൊക്കെ നോക്ക് എന്ന് പറഞ്ഞ് 1000 യൂറോസിന്റെ പേച്ചക്ക് സാമി ഭാര്യയെ കാണിച്ചു. അത് കണ്ടതും അവൾ ഞെട്ടിയിരുന്നു. പുറത്തേക്ക് ഭാര്യയെ കൊണ്ടുവന്ന സാമി തന്റെ ഡ്രൈവറെ കാണിച്ചു കൊടുത്തു. ആ കാറിലാണ് താനിപ്പോൾ വന്നതെന്നും തന്റെ ജോലി അത്രയും വലിയ ജോലിയാണ് എന്ന മട്ടിലൊക്കെ സാമി ഭാര്യയോട് വിശദീകരിച്ചു. തന്റെ ഡ്രൈവറെയും പരിചയപ്പെടുത്തി. സാമി പിന്നാലെ ഭാര്യയോട് സംസാരിക്കുകയാണ്. ഭാര്യ സാമിയോട് ചോദിച്ചു, എന്ത് ജോലിയാ നിങ്ങൾ ചെയ്യുന്നേ? അതങ്ങനെ പറയാൻ പറ്റില്ല. ഞാനൊരു നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. നീ അതൊന്നും കാര്യമാക്കണ്ട, നല്ലൊരു ജോലിയാണ്. ഇപ്പോ നീ 1000 യൂറോസിന്റെ പേച്ചക്ക് പിടിക്ക്. എന്നിട്ട് നിനക്കിഷ്ടമുള്ള
ഇഷ്ടമുള്ള പോലെ അടിച്ചുപൊളിച്ച് ചിലവഴിക്ക്, നമ്മുടെ ജീവിതം ഇനി അടിപൊളിയാവാൻ പോകുവാണ്. അതൊക്കെ കേട്ടപ്പോ ഭാര്യയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. സാമി അങ്ങനെ തിരികെ കൊട്ടാരത്തിലേക്ക് എത്തുകയാണ്. അലക്സാണ്ടറിനടുത്തേക്ക് എത്തിയപ്പോൾ അവരൊന്നിച്ച് ഗെയിമിംഗ് സെന്ററിലേക്ക് പോയി. അവിടെ വെച്ചൊരു മിൽക്ക് ഷേക്ക് ഒക്കെ കുടിച്ചിരിക്കാൻ തുടങ്ങി. ആ സമയം അലക്സാണ്ടർ പറഞ്ഞു, എനിക്കങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സോ നല്ല സുഹൃത്തുക്കളോ ആരുമില്ല. ഒരു കാര്യമുണ്ട്, നിങ്ങളേറെ സമ്പന്നനാണെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തി നല്ലൊരു സുഹൃത്താണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പലരും നിങ്ങളുടെ പണം കണ്ട് മാത്രം നിൽക്കുന്നതായിരിക്കും. പിന്നാലെ അലക്സാണ്ടർ പറഞ്ഞു, 10 ദിവസം കഴിഞ്ഞാൽ ഞാൻ സ്വിറ്റ്സർലൻഡിലേക്ക് പോകും. അത് കേട്ടതും സാമി ഒന്ന് ഞെട്ടി. നീണ്ട കാലത്തേക്ക് ജോലി ചെയ്യാൻ പറ്റുമെന്നും നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നും സാമി പ്രതീക്ഷിച്ചിരുന്നു. ഇതിപ്പോൾ 10 ദിവസത്തെ ജോലി മാത്രം. ആകെ കിട്ടുക 20,000 യൂറോസ് ആണ്. സാമിക്ക് ചെറിയ വിഷമം തോന്നാതിരുന്നില്ല. പിന്നാലെയാണ് അലക്സാണ്ടർ സാമിയോട് ഒരു പട്ടിയെപ്പോലെ കുരയ്ക്കാനും മറ്റും ആവശ്യപ്പെട്ടത്. പക്ഷേ സാമി അത് പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നാലെ അലക്സാണ്ടർ അവിടെ നിന്ന് വന്നപ്പോൾ സാമിയോട് ഒരു ബണ്ണി കോസ്റ്റ്യൂം ഇടാൻ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് അവർ നേരെ അടുത്തുള്ള കാട്ടിലേക്ക് പോവുകയാണ്. അവിടെ വേട്ടയ്ക്കായി കുറെ ആളുകൾ വന്നിരുന്നു. അലക്സാണ്ടറും അങ്ങോട്ടേക്ക് എത്തി. ബണ്ണി കോസ്റ്റ്യൂം ധരിച്ച സാമിയുമുണ്ട്. വേട്ടക്കാരുടെ പക്കൽ വേട്ടനായ്ക്കളും ഉണ്ടായിരുന്നു. ബണ്ണി കോസ്റ്റ്യൂമിൽ സാമിയെ കണ്ട് വേട്ടനായ്ക്കൾ അക്ഷമരാവാൻ ആരംഭിച്ചിരുന്നു. അലക്സാണ്ടറിന്റെ അച്ഛൻ ഫിലിപ്പും അവിടെ ഉണ്ടായിരുന്നു. സാമിക്ക് നേരെ തോക്ക് ചൂണ്ടി ഓടിക്കോ എന്ന മട്ടിൽ അലക്സാണ്ടർ അലറി. സാമി പേടിച്ചോടാൻ തുടങ്ങിയതും വേട്ടനായ്ക്കളും സാമിയുടെ പിന്നാലെ ഓടിച്ചെന്നു. സാമി തട്ടി വീണു. വേട്ടനായ്ക്കൾ സാമിയുടെ കോസ്റ്റ്യൂമൊക്കെ കടിച്ചു പറിക്കാൻ ആരംഭിച്ചു. ഒടുവിൽ അവിടെ ഉണ്ടായിരുന്ന മറ്റ് വേട്ടക്കാരും മറ്റും ചേർന്നായിരുന്നു സാമിയെ രക്ഷപ്പെടുത്തിയത്. സാമിയുടെ നിയന്ത്രണം തന്നെ വിട്ടിരുന്നു. അത്തരത്തിൽ തന്നോട് പ്രവർത്തിച്ച അലക്സാണ്ടറിനോടും ഫിലിപ്പിനോടും സാമിക്ക് വലിയ ദേഷ്യം തന്നെ തോന്നി. സാമി അവരെ അടക്ക ചീത്ത വിളിച്ചു. താനിനി ഈ ജോലിക്കില്ലെന്നും തന്റെ പണമൊക്കെ താൻ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കളാ എന്ന മട്ടിലൊക്കെ പറഞ്ഞ് സാമി അവിടെ നിന്ന് നടന്നു നീങ്ങുകയാണ്. സാമി പോയപ്പോ ഫിലിപ്പ് അലക്സാണ്ടറിനോട് പറഞ്ഞു, നോക്ക്, നീയിപ്പോ നിന്റെ കളിപ്പാട്ടം തകർത്ത് കളഞ്ഞു. സാമി തിരികെ വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തിയപ്പോഴോ വീട്ടിൽ മൊത്തത്തിൽ മാറ്റമുണ്ട്. സാമി കൊടുത്ത പൈസ കൊണ്ട് സാമിയുടെ ഭാര്യ ഒരുപാട് ഗ്രഹോപകരണങ്ങളും മറ്റും വാങ്ങിയിരുന്നു. മാത്രമല്ല കുറെ പണം ഡൊണേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് അവർ ആ പൈസ മുഴുവൻ സെലിബ്രേറ്റ് ചെയ്തു. കാരണം ഇനിയും കുറെ പൈസ വരും എന്നവർ പ്രതീക്ഷിച്ചിരുന്നു. അതൊക്കെ കണ്ട് ഞെട്ടിയെങ്കിലും തന്റെ ജോലി പോയ കാര്യം സന്തോഷത്തിലിരിക്കുന്ന ഭാര്യയെ അറിയിക്കാൻ അയാൾ തയ്യാറായി. എന്തായാലും മുമ്പിൽ വഴികളില്ല. ഇനിയിപ്പോ പുതിയ കടങ്ങൾ വരും. പണം കിട്ടണമെങ്കിൽ ജോലിക്ക് പോയേ പറ്റൂ. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ സാമി വീണ്ടും അലക്സാണ്ടറിന്റെ അടുക്കൽ ജോലിക്ക് പോയി. പക്ഷേ ഇത്തവണ അലക്സാണ്ടറിന്റെ സ്വഭാവത്തിൽ തന്നെ വ്യത്യാസമുണ്ടായിരുന്നു. അലക്സാണ്ടറും സാമിയും ഏറെ രസകരമായി കളിക്കാനും കൂട്ടുകൂടാനും ഒക്കെ ആരംഭിച്ചു. ഒരു ഘട്ടത്തിൽ അലക്സാണ്ടർ അവിടെയുള്ള വലിയൊരു ട്രീ ഹൗസിലേക്ക് സാമിയെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ എപ്പോഴും അലക്സാണ്ടർ തനിച്ചു വന്നിരിക്കുമായിരുന്നു. ആ ട്രീ ഹൗസിനകത്ത് അവൻ അമ്മയ്ക്കൊപ്പമുള്ള ഒരു പഴയ ഫോട്ടോയുണ്ട്. ആ ഫോട്ടോ നോക്കി അവൻ വിതുമ്പാൻ തുടങ്ങി. സാമിയെ കൂട്ടുകാരനായി കണ്ട് അലക്സാണ്ടർ മനസ്സ് തുറക്കാൻ ആരംഭിച്ചിരുന്നു. തന്റെ അമ്മ രോഗിയായിരുന്നപ്പോ അമ്മയെ അച്ഛൻ ചികിത്സയ്ക്ക് കൊണ്ടുപോയി. പക്ഷെ അമ്മ ആഗ്രഹിച്ചിരുന്നത് ചികിത്സ കൊണ്ട് ഫലമില്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ തുടരാനായിരുന്നു. അമ്മ മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും വയ്യാതെ കിടക്കുമ്പോഴും അതുകൊണ്ട് തന്നെ തനിക്കമ്മയ്ക്കൊപ്പം സമയം ചിലവഴിക്കാനേ പറ്റിയില്ല. അലക്സാണ്ടർ ഒരുപാട് ദുഃഖിക്കുന്നുണ്ടായിരുന്നു. സാമി അവനെ ആശ്വസിപ്പിച്ചു. താനൊരിക്കൽ വായിച്ച ഒരു ബുക്കിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനിൽ സന്തോഷം പകർന്നു. സമാധാനം നിറച്ചു. പിന്നീട് അവർ ആ ട്രീ ഹൗസിലിരുന്ന് കളിക്കാൻ ആരംഭിച്ചു. അന്ന് രാത്രിയിൽ ആ ട്രീ ഹൗസിലായിരുന്നു അവർ ഉറങ്ങിയതുപോലും. അന്ന് ആ ട്രീ ഹൗസിൽ നിന്ന് രാവിലെ സാമി പുറത്തേക്ക് വരുമ്പോ ഫിലിപ്പിനെ സാമി നേരിട്ട് കണ്ടു. സാമി അടക്കം ജീവിക്കുന്ന ആ ടൗണിൽ വലിയ തരത്തിൽ കെട്ടിടങ്ങളും മറ്റും തകർത്ത് വികസന പ്രവർത്തനങ്ങളൊക്കെ വരാൻ പോവുകയായിരുന്നു. അതിനെപ്പറ്റി സാമി ഫിലിപ്പിനോട് ചോദിച്ചു. തനിക്കത് നേരത്തെ അറിയാമായിരുന്നു എന്നായിരുന്നു ഫിലിപ്പിന്റെ മറുപടി. അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് സാമി ചോദിച്ചപ്പോ ഫിലിപ്പ് മറുപടിയൊന്നും പറഞ്ഞില്ല. തന്റെ മകനിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ഫിലിപ്പ് സാമിയോട് തിരക്കി. അവനിപ്പോ കുഴപ്പമില്ലെന്നും ബെറ്ററായി വരുന്നുണ്ട് എന്നും സാമി ഫിലിപ്പിനെ അറിയിച്ചു. പക്ഷേ അവനെപ്പോഴും വേണ്ടത് ഒരച്ഛന്റെ സാന്നിധ്യമാണെന്നും അതിന് താങ്കൾ മനസ്സ് വെക്കണം എന്നും സാമി പറഞ്ഞു. അന്ന് രാത്രിയിൽ അവരൊരു ആക്ടിവിറ്റിയിൽ ഏർപ്പെടാൻ പോകുന്നുണ്ടെന്നും അങ്ങോട്ടേക്ക് വരാമോ എന്ന മട്ടിൽ സാമി അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്തു. അന്ന് വൈകുന്നേരം സാമിയും അലക്സാണ്ടറും ചേർന്ന് ഒരു ഫുട്ബോൾ മാച്ച് കാണുകയായിരുന്നു. കുറച്ച് സർവൻസിനെയും അവർ കൂടെ കൂട്ടിയിരുന്നു. മാച്ച് കണ്ട് അവർ ഒരുപാട് ആഹ്ലാദിക്കാനും ആരവം മുഴക്കാനും ഒക്കെ തുടങ്ങി. അവർക്ക് ആ മാച്ച് ഒരുപാട് എന്റർടൈനിങ് ആയിരുന്നു. അലക്സാണ്ടറിൽ വലിയ മാറ്റങ്ങൾ വന്നു. അലക്സാണ്ടർ ചിരിക്കുകയും തന്റെ ഇമോഷൻസ് പ്രകടമാക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അങ്ങോട്ടേക്ക് വന്ന ഫിലിപ്പും അത് നോക്കിക്കണ്ടിരുന്നു. തന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മീറ്റിംഗ് വരെ മാറ്റിവെച്ചിട്ടായിരുന്നു ഫിലിപ്പ് അങ്ങോട്ടേക്ക് എത്തിയത്. പക്ഷേ മകനെടുക്കൽ എങ്ങനെ ഇമോഷൻസ് പങ്കുവെക്കണമെന്നോ എങ്ങനെ പെരുമാറണമെന്നോ ഫിലിപ്പിനപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അന്ന് വൈകുന്നേരം സാമി ഫിലിപ്പുമായി സംസാരിച്ചു. കുട്ടികളോട് ഇടപഴകുന്ന
മനസ്സിലാക്കുന്നതിനും മറ്റും ചില രീതികളുണ്ട്. താങ്കൾക്ക് എപ്പോഴും ഒരേ ഇമോഷനാണ്, മുഖത്ത് ഭാവമാറ്റങ്ങൾ വരുന്നില്ല. ഏറ്റവും കുറഞ്ഞത് 3 തരത്തിലുള്ള ഇമോഷൻസെങ്കിലും കാട്ടുവാൻ താങ്കൾ പഠിക്കണം. സന്തോഷവും ദേഷ്യവും സങ്കടവുമെങ്കിലും. കുട്ടികളോടും മറ്റുള്ളവരോടും ഇടപഴകുമ്പോൾ അവരെ കുറച്ച് കംഫോർട്ട് ആക്കണം. എങ്ങനെയാണ് കുട്ടിയെ കെട്ടിപ്പിടിക്കേണ്ടതെന്നും അവർക്ക് സന്തോഷം പകരേണ്ടത് എന്നുമൊക്കെ സാമി ഫിലിപ്പിനെ അടക്കം ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. അടുത്ത ദിവസം മുതൽ ഓടാൻ പോകുമ്പോഴൊക്കെ തന്റെ സർവൻസുമായി ഇടപഴകാനും മറ്റും ഫിലിപ്പ് ശ്രമിച്ചു. പക്ഷേ എന്നിരുന്നാലും ഫിലിപ്പിന് അത്രയ്ക്കങ്ങോട്ടേക്ക് അത് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ഉൾവലിച്ചിൽ അനുഭവപ്പെട്ടു. അന്ന് രാത്രിയിൽ അലക്സാണ്ടർ ഒരു ദുസ്വപ്നം കണ്ട് ഞെട്ടിയെഴുന്നേറ്റു. അലക്സാണ്ടർ എഴുന്നേറ്റ് സാമിക്കടുത്ത് പോയി കിടന്നു. സാമി അവനെ ആശ്വസിപ്പിച്ച് കെട്ടിപ്പിടിച്ചു കിടന്നു. ഉറക്കത്തിനിടയിൽ എഴുന്നേറ്റ് അലക്സാണ്ടറിനെ നോക്കാൻ വന്നിരുന്ന ഫിലിപ്പ് അത് കാണുകയും ചെയ്തു. അയാൾക്ക് അതത്രയ്ക്ക് അങ്ങോട്ടേക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അടുത്ത ദിവസം വീട്ടിലുള്ള ഒരു പിയാനോ സാമി പ്ലേ ചെയ്യാനിരുന്നു. ആ പിയാനോ ആരും അവിടെ വായിക്കാറുണ്ടായിരുന്നില്ല. അത്തരത്തിൽ ഒരു റൂള് പോലെ അത് നിലകൊള്ളുന്നതായിരുന്നു. സാമി പക്ഷേ പിയാനോ വായിച്ചു. അത് കേട്ട ഫിലിപ്പിന് അത്രയ്ക്ക് അങ്ങോട്ടേക്ക് സഹിച്ചില്ല. എല്ലാ ദേഷ്യവും പുറത്തേക്ക് വന്ന് സാമിയോട് അയാൾ ദേഷ്യപ്പെട്ടു. നീ നിന്റെ നിലയും വിലയും മനസ്സിലാക്കണമെന്നും ജോലിക്കാരന്റെ സ്ഥാനത്ത് നിൽക്കണം എന്നുമൊക്കെ അന്ന് ഫിലിപ്പ് സംസാരിച്ചു. നിന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയാണെന്നും അയാൾ ഉത്തരവിട്ടു. പിന്നാലെ ബോഡി ഗാർഡ് സാമിയെ പിടിച്ച് പുറത്താക്കി. സാമി അങ്ങനെ വീട്ടിലേക്ക് നടന്നുപോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴാണ് തന്റെ കുട്ടിക്കാറിൽ അലക്സാണ്ടർ അങ്ങോട്ടേക്ക് വരുന്നത്. നടന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അത് കുഴപ്പമില്ല, നമുക്ക് പ്രതീക്ഷ വെക്കാം, അച്ഛൻ സാമിയെ തിരിച്ചെടുക്കും എന്ന മട്ടിലൊക്കെ അലക്സാണ്ടർ സാമിയോട് പറഞ്ഞു. പിന്നാലെ സാമിക്കൊപ്പം പോവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. സാമി അലക്സാണ്ടറിനോട് തന്റെ കൂടെ അലക്സാണ്ടർ വരുന്നതിന് കുഴപ്പമില്ലെന്നും പക്ഷെ തന്റെ ഏരിയയിൽ ചെന്ന് അലക്സാണ്ടർ ആരാണെന്നും അലക്സാണ്ടറിന്റെ അച്ഛനെ പറ്റിയും ഒന്നും സത്യങ്ങൾ വെളിപ്പെടുത്തരുത് എന്നും അവൻ ആവശ്യപ്പെട്ടു. സംഭവം എന്തെന്നാൽ അവന്റെ ആ ഏരിയ പൊളിച്ച് കുറേയധികം ഡെവലപ്മെന്റ് വരുന്നുണ്ടായിരുന്നല്ലോ. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഫിലിപ്പും ഫിലിപ്പിന്റെ കമ്പനിയുമൊക്കെയായിരുന്നു. അവിടുത്തെ ജനങ്ങൾക്ക് ഫിലിപ്പിനോടും കുടുംബത്തോടും വലിയ പ്രതിഷേധമാണുള്ളത്. എന്തായാലും അങ്ങനെ അലക്സാണ്ടറും സാമിയുടെ ഇടത്തേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ തന്റെ അച്ഛനെ അവിടുള്ള പലരും കുറ്റം പറയുന്നതും മറ്റും അലക്സാണ്ടർ കേൾക്കുന്നുണ്ട്. അലക്സാണ്ടർ അതൊന്നും മൈൻഡ് ചെയ്തില്ല. സാമിയുടെ വൈഫുമായും നല്ല രീതിയിലായിരുന്നു അലക്സാണ്ടർ ഇടപഴകിയത്. അവരും പെട്ടെന്ന് കമ്പനിയായി. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്താണ് അലക്സാണ്ടർ ഒരു പ്രശ്നമുണ്ടാക്കിയത്. അവിടെ ഉണ്ടായിരുന്ന ഒരു പയ്യനുമായി അവൻ ഇടികൂടി. ഒരു തരത്തിലായിരുന്നു സാമി അവിടെ നിന്ന് അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോരാൻ നോക്കിയത്. അപ്പോഴേക്കും വിവരമറിഞ്ഞ ഫിലിപ്പ് പാഞ്ഞെത്തിയിരുന്നു. ഫിലിപ്പ് അലക്സാണ്ടറിനോട് വന്ന് വണ്ടി കയറാൻ പറഞ്ഞു. പക്ഷേ സാമിയെ വിട്ട് പിരിഞ്ഞു പോകാൻ അലക്സാണ്ടറിന് മനസ്സുണ്ടായിരുന്നില്ല. അവൻ സാമിയെ കെട്ടിപ്പിടിച്ചു. ഞാൻ പോവില്ലെന്ന് പറഞ്ഞു. സാമി പറഞ്ഞു, നീ പോയേ പറ്റൂ, കാരണം നീ നിന്റെ അച്ഛൻ്റെതാണ്. ഈ സമയമാണ് മറ്റൊന്നുകൂടി സംഭവിക്കുന്നത്. അലക്സാണ്ടറിന്റെ ബോഡി ഗാർഡായിരുന്ന മൈലോ എന്ന വ്യക്തി അലക്സാണ്ടറിന് വേണ്ടി സാമി ചെയ്തു കൊടുത്ത ഓരോ കോമാളിത്തരവും റെക്കോർഡ് ചെയ്തെടുത്തിരുന്നു. അയാളത് ഇൻസ്റ്റാഗ്രാമിലും മറ്റും പോസ്റ്റ് ചെയ്തു. അതാണെങ്കിൽ പെട്ടെന്ന് വൈറലാവാനും തുടങ്ങി. അതായത് സാമി പട്ടിയെപ്പോലെ ബിഹേവ് ചെയ്യുന്നതും ബണ്ണിയുടെ വേഷം കിട്ടിയതും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും. അതോടെ അവന്റെ തെരുവിലെ ജനങ്ങൾ മുഴുവനായും അവനെതിരെ തിരിഞ്ഞു. തന്നെ ഒരു കളിപ്പാട്ടമായി വിറ്റ് അവരുടെ കാൽക്കീഴിൽ കിടന്നു എന്ന് പറഞ്ഞ സാമിയെ അവരൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തി, പുച്ഛിക്കാനും തള്ളിപ്പറയാനും ഒക്കെ ആരംഭിച്ചു. എന്തിനേറെ അവന്റെ ഭാര്യ വരെ അവനെ മനസ്സിലാക്കിയില്ല. താൻ എന്നെ നാണം കെടുത്തി എന്ന മട്ടിൽ ഭാര്യയെയും അയാൾക്കെതിരെ ആക്രോശിച്ചു. ഒടുവിൽ മനസ്സുമടുത്ത് അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ്. കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. സാമിയെപ്പറ്റി ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. അതോടെ ആ വാർത്ത ടിവിയിലും മറ്റും വൈറലാവാൻ തുടങ്ങി. സാമിയെപ്പറ്റിയോർത്ത് അയാളുടെ ഭാര്യയും വറി ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇതിനിടയിൽ സാമിയുടെ നാട്ടുകാർ ഫിലിപ്പയ്ക്കെതിരെ വലിയ പ്രതിഷേധവും മറ്റും ആരംഭിച്ചു. അവിടെ നടക്കാൻ പോകുന്ന കൺസ്ട്രക്ഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയായിരുന്നു പ്രതിഷേധം. പക്ഷേ മകനായ അലക്സാണ്ടർ ഫിലിപ്പിനോട് പറഞ്ഞു, അവിടെയുള്ള ആളുകൾക്ക് ജോലി കൊടുത്ത പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ തീരും, കഴിയുമെങ്കിൽ അച്ഛൻ അതിന് ശ്രമിക്കണം. അങ്ങനെ ഫിലിപ്പ് അവിടുത്തെ ആളുകൾക്ക് ജോലി കൊടുക്കാൻ തയ്യാറായി. ജോലി സ്വീകരിക്കാനായി അവരൊക്കെ എത്തി. അങ്ങോട്ടേക്ക് സാമിയുടെ ഭാര്യയും വന്നിരുന്നു. മുമ്പ് സാമിയെ പുച്ഛിച്ചവരാണല്ലോ അവർ. അവരെ സാമിയുടെ ഭാര്യ കണക്കിന് പരിഹസിച്ചു. തന്റെ ഹസ്ബൻഡിന് വേണ്ടി അവർ സംസാരിച്ചു. എന്റെ ഭർത്താവ് പട്ടിയെപ്പോലെ വേഷം കെട്ടി, മുയലിനെ പോലെ വേഷം കെട്ടി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പരിഹസിച്ചല്ലോ. അദ്ദേഹത്തിന് കിട്ടിയ ശമ്പളം എന്തായിരുന്നെന്നറിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോ അതും അതിനപ്പുറവും ചെയ്തേനെ. ആ കൂടിയിരുന്ന ആളുകൾക്ക് അവർക്കെതിരൊന്നും പറയാൻ പറ്റിയിരുന്നില്ല. കാരണം അതൊരു സത്യം തന്നെയാണ് എന്നവിടെയുള്ളവർക്ക് അറിയാമായിരുന്നു. അവിടെ വെച്ച് തന്നെ സാമിയുടെ ഭാര്യയ്ക്ക് പ്രസവവേദന വന്നു. ഉടനടി അവൾ ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു. ഈ സമയം ഫിലിപ്പ് സാമി എവിടെയാണെന്ന് മനസ്സിലാക്കിയിരുന്നു. സാമി ഉണ്ടായിരുന്നത് അലക്സാണ്ടറിന് ഏറെ ഇഷ്ടപ്പെട്ട് ആ ട്രീ ഹൗസിലായിരുന്നു. ഫിലിപ്പ് അവിടെ എത്തി ആ വിവരം സാമിയെ അറിയിച്ചു. സാമി ഉടനടി ഫിലിപ്പിനൊപ്പം ആശുപത്രിയിലേക്ക് ഹെലികോപ്റ്റർ
ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുകയാണ്. സാമിക്ക് ഒരു പെൺകുഞ്ഞ് പിറന്നിരുന്നു. ഫിലിപ്പയും അലക്സാണ്ടറും അങ്ങോട്ടേക്ക് എത്തി. അവരെല്ലാവരും ഒന്നിച്ച് കുട്ടിക്ക് പേരിട്ടു. അലക്സാണ്ടർ സാമിയോട് താൻ ഈ കുട്ടിയുടെ തലതൊട്ടപ്പനാവട്ടെ എന്ന് റിക്വസ്റ്റ് ചെയ്തു. സാമി സന്തോഷത്തോടെ അതിന് സമ്മതിച്ചു. അടുത്തൊരു ദിവസം അലക്സാണ്ടർ തന്റെ അച്ഛന്റെ ഒപ്പം പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. അന്നച്ഛൻ അവനോട് പറഞ്ഞു, നിനക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് നീ ചെയ്തോ. നിനക്ക് സന്തോഷം തരുന്ന എന്തും നിനക്ക് ചെയ്യാം. എന്റെ കയ്യിൽ ഒരാശയമുണ്ട്. 2 ഗ്ലാസുകളിൽ ഒരേ സമയം ചായ നിറയ്ക്കാൻ പറ്റുന്ന ടീപോട്ടിന്റെ ഒരു കമ്പനി താൻ ആരംഭിക്കാൻ പോകുന്നു. സാമിയെ കൂടെ കൂട്ടാനുള്ള ഉദ്ദേശത്തോടെയാണ് അലക്സാണ്ടർ അത് പറഞ്ഞത് എന്ന കാര്യം വ്യക്തമായിരുന്നു. തന്റെ മകന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഫിലിപ്പ് തയ്യാറായി. അന്ന് ഷൂസൂരി മകനൊപ്പം പുല്ലിലൂടെ അയാൾ നടന്നു. ഫിലിപ്പിൽ ഏറെ മാറ്റങ്ങൾ പ്രകടമായിരുന്നു. അയാൾ ഒരു നല്ല അച്ഛനായി, നല്ലൊരു മനുഷ്യനായി മാറുകയായിരുന്നു. സാമിയുടെ ജീവിതവും സന്തോഷത്തിലാകും എന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.